ഇന്ത്യയിലെ അപ്പെക്സ് കോർട്ടുകൾ അതിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ടോ? കൃത്യമായിട്ട് പറയാം, കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് ഇന്ത്യയിലെ കോടതികൾ അതിൻ്റെ വിശ്വാസം പൂർണ്ണമായിട്ടും ഡിക്ലൈൻ ചെയ്യുകയാണ്. മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നട്ടെല്ലാണ് ഈ കോടതികളെന്ന് പറയുന്നത്. പക്ഷെ കോടതികൾ ബയസ്ഡായി പോകുന്നു. അതിനകത്ത് പല ശിങ്കിടികൾ വരുന്നു. അതായത് രാഷ്ട്രീയക്കാരന് വേണ്ടി പ്രവർത്തിക്കുന്നു. ആരാണ് ഭരിക്കുന്നത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അവരുടെ പണിയാളുകളാകുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാർക്കും ഇന്ത്യക്കാർക്കും, അതായത് പ്രത്യേകിച്ച് BJPയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പോലും ഇതിൽ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. അതിൻ്റെ അകത്ത് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയും. ഇതിനകത്ത് കീ പോയിന്റുകളാണ്. അതായത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, അദ്ദേഹത്തെ ചീഫ് ജസ്റ്റിസ് ആകുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിനെതിരെ വളരെ സീരിയസ് അലിഗേഷനുണ്ട്. ഹരിയാനയിലും പലയിടത്തും അദ്ദേഹം ജോലി ചെയ്തിരുന്ന സമയത്ത്, ജഡ്ജിയായിട്ടിരുന്ന സമയത്ത് സീരിയസ് അലിഗേഷനുണ്ട്. അതൊക്കെ പോകട്ടെ, കൊളീജിയം പറയുന്നു, ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യുന്നു, അദ്ദേഹം ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്നു. അദ്ദേഹം നടത്തിയ പല പ്രസ്താവനകൾ ബേസിക്കലി അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് യോജിച്ചതേ അല്ല. പിന്നെ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറയും? 140 കോടി ജനങ്ങളുണ്ട്. ഇതൊരു ചെറിയ രാജ്യമൊന്നുമല്ല. അപ്പൊ ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരനും പാവം പിടിച്ചവനാണെങ്കിലും അവർക്കൊക്കെ ഒരു ജസ്റ്റിസ്, നിയമം, അതായത് പലയിടത്തും അഡ്മിനിസ്ട്രേഷൻ പല രീതിയിലുള്ള പ്രഷർ കൊണ്ട് അവർക്ക് പലതും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് എല്ലാവരും കോടതിയിൽ പോകുന്നത്. അപ്പം അതിന് ജസ്റ്റിസ് എന്ന് പറയുന്ന, അതായത് അവർക്ക് നിയമപരമായ സഹായം അത് ഫെയറായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഘടകമാണ്. അതിനെയാണ് സൂര്യകാന്ത് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് പല രീതിയിൽ പല സന്ദർഭങ്ങളിലും അതിനെ തട്ടിത്തെറിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു ഉദാഹരണം പറയാം. പാറ്റ പാർട്ടി ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ പരാമർശം കൊണ്ടാണ്. ഇന്ത്യയിലെ ചെറുപ്പക്കാരെ, ന്യൂ ജനറേഷനെയും അവരെ ക്രോക്രോച്ചും പാരാസൈറ്റുമായിട്ട് പറയാൻ ഇയാളാരാ? അവർക്ക് ഇന്ത്യയുടെ ഭരണകൂടത്തിനകത്ത്, ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിനകത്ത് ജനാധിപത്യമുണ്ട്. വിമർശിക്കാൻ സാധിക്കും. ജഡ്ജ്മെന്റിനെയും വിമർശിക്കാൻ സാധിക്കും. ജഡ്ജസിനെ അല്ല, ജഡ്ജ്മെന്റിനെ വിമർശിക്കാൻ സാധിക്കും. അതിനെ പെട്ടെന്ന് കയറി പാരാസൈറ്റ്, മണ്ണാങ്കട്ട എന്നൊക്കെ കയറി പറയുന്നത് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി നോൺസെൻസ്. അത് അപ്പൊ എങ്ങോട്ടാണ് ഈ പോക്ക് പോകുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, നീറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് പല ആപ്ലിക്കേഷൻസ് സുപ്രീം കോടതി പോയി. 22 ലക്ഷം കുട്ടികളുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണിത്. അത് സുപ്രീം കോർട്ട് വളരെ മോശമായിട്ട് അതിനെ റിജക്റ്റ് ചെയ്തു. പിന്നെ ഈ കുട്ടികൾ അവിടെ പോകും. ഈ പറയുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് പൂർണ്ണമായിട്ടും അതിനെ അങ്ങ് ഇഗ്നോർ ചെയ്തു. അതൊക്കെ അങ്ങ് ലീക്കായിപ്പോയി. എന്താ അതിൻ്റെ കാരണം? പിന്നീട് CBSEയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോർട്ടിൽ ആപ്ലിക്കേഷൻ വന്നപ്പോൾ ജഡ്ജ്, കാരണം അയാൾക്കറിയാം അയാൾ നേരത്തെ കാണിച്ചത് തെറ്റാണ്, പിന്നീട് അതിനെപ്പറ്റി ചോദിക്കുകയാണ്, എങ്ങനെയാണ് പേപ്പർ ലീക്കാവുന്നത്? ഇത്രയും ചെറുപ്പക്കാർ എക്സാമിനേഷൻ എഴുതുന്നു, എന്താണ് ഇതിനൊരു പോംവഴി? എവിടെയാണ് തെറ്റിയത്? ഇതാണ് അബദ്ധങ്ങൾ കാണിച്ച് അബദ്ധത്തിലോട്ട് പോവുകയാണ്. ആരെയൊക്കെയോ സുഖിപ്പിക്കാനും റിട്ടയർമെന്റ് കഴിഞ്ഞ് വീണ്ടും 5 വർഷമോ 10 വർഷമോ പോസ്റ്റിങ്, ഇതാണ് ഇവർ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ BJPയുമായിട്ടും സംഘപരിവാറുമായിട്ടും ബന്ധമുള്ള പല സംഘടനകളുണ്ട്, ലോയേഴ്സുമായിട്ടും മറ്റു പല. അതിൻ്റെ സെമിനാറിലൊക്കെ സ്ഥിരം ക്ഷണിതാവ് സ്പീച്ച് കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് പറയുന്ന സ്പീച്ചുകൾ എന്ന് പറയുന്നത് അവരൊരു കാരണവശാലും പബ്ലിക്ക് പറയാൻ പറ്റാത്തതാണ്. ആ രീതിയിൽ ഒരു പ്രത്യേക റിലീജിയനെ അങ്ങ് എംഫസൈസ് ചെയ്യുകയാണ്. അപ്പം ഇന്ത്യയിലെ മറ്റുള്ള ആൾക്കാരെന്ത് ചെയ്യും? ഒരു മതത്തെയും വിശ്വസിക്കാത്തവരെന്ത് ചെയ്യും? അപ്പം ഇന്ത്യ ഒരു വലിയൊരു പ്ലൂറൽ സൊസൈറ്റിയാണ്. അവിടെയാണ് ഈ പറയുന്ന ഡൽഹി ഹൈക്കോർട്ടിൽ അരവിന്ദ് കേജ്രിവാൾ, നിങ്ങൾക്കറിയാം, സ്വർണ്ണലത ആ ജഡ്ജ്, അരവിന്ദ് കേജ്രിവാൾ ചോദിച്ച കാര്യം കോർട്ടിൽ കറക്റ്റ് അല്ലേ? നിങ്ങൾ ഈ കേസ് കേൾക്കരുത്.
കാരണം നിങ്ങൾ ഇവരുടെ BJPയുമായി ബന്ധപ്പെട്ട RSSുമായി ബന്ധപ്പെട്ട പല സംഘടനകളുടെയും പ്രസംഗത്തിനും പരിപാടിക്കും പോയിട്ടുണ്ട് 5ഓളം പ്രാവശ്യം. അത് പേരെടുത്ത് പറയുകയാണ്. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ചോദിക്കുന്നത് ജഡ്ജിനോട്, ഞാൻ അവരെ ഐഡിയോളജിക്കലി എതിർക്കുന്ന ഒരാളാണ്, അപ്പോൾ അവരുമായിട്ട് സ്ഥിര ബന്ധമുള്ള നിങ്ങളെങ്ങനെയാണ് എൻ്റെ ഒരു ആപ്ലിക്കേഷൻ, എൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതിനെങ്ങനെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും? ഈ പറയുന്ന 14,000 പേജുള്ള ജഡ്ജ്മെൻറ്റ്, ട്രയൽ കോർട്ടിൽ നടന്ന ജഡ്ജ്മെൻറ്റ്, അതൊന്നും നോക്കാതെ 2 ദിവസം കൊണ്ട് എങ്ങനെ സ്റ്റേ കൊടുക്കാൻ സാധിക്കും? അതായത് നിങ്ങൾക്ക് ബന്ധമുണ്ട്, നിങ്ങൾ ഈ കേസിൽ നിന്ന് ഒഴിവാകണം, അത് നോർമൽ കോഴ്സാണ്. അവരതിനെ എതിർക്കുന്നു, പിന്നീട് തർക്കിക്കുന്നു, ബഹളമാകുന്നു. അത് ആ ക്ലിപ്പിംഗ് എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനും പോയ ഒരു വൈറൽ ക്ലിപ്പായി മാറി. അതിനുശേഷമാണ് സീനിയറായിട്ടുള്ള മറ്റു പലരും പറഞ്ഞത്, അതായത് ഇന്ത്യയുടെ ജുഡീഷ്യൽ സർവീസിനെ, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, പ്രത്യേകിച്ച് അപ്പെക്സ് കോർട്ട്, ഡൽഹി ഹൈക്കോർട്ട് പോലൊരു കോർട്ടിനകത്ത് അപമാനമാണ്, നിങ്ങൾ മാറി നിൽക്കണം. പിന്നെ അവർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഒരു കേസ് ഇയാൾക്കെതിരെ കൊടുക്കുന്നു, എന്നിട്ട് ആ കേസിൽ നിന്ന് റീക്യൂസ് ചെയ്യുന്നു. ഇതാണ് ഇഷ്യൂ. അതേപോലെ ഇഷ്ടം പോലെ കേസുകളുണ്ട് BJPയുമായി ബന്ധപ്പെട്ട്. നേരത്തെ കോൺഗ്രസിനകത്തും മറ്റു പല പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് പ്രവർത്തിച്ച പല നേതാക്കളും പിന്നീട് BJPയിൽ വരുന്നു. അപ്പോൾ അവർക്കെതിരെ ഉള്ള കേസ് 5,000, 6,000, 10,000 കോടികളുടെ ഒക്കെ കേസുകളാണ്. ഇവർ BJPയിൽ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ ആരാ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്? ഈ പ്രക്ഷോഭം ഉണ്ടാക്കിയ ഇതെല്ലാം BJP തന്നെയാണ്. അവർ BJPയിൽ വന്നു കഴിയുമ്പോൾ ഇവരുടെ കേസുകൾ മറ്റ് ഏജൻസികൾ കോടതിയിൽ പോയി വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിച്ച പല ആൾക്കാരുണ്ട്, പല BJPക്കാരുണ്ട്, മറ്റു പല ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറയുന്ന അവർ നാണം കെട്ടുപോയി. പിന്നെ അവർക്ക് എങ്ങനെയാണ് ഒരു ഇന്ത്യൻ പൗരൻ കറപ്ഷനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്? കോടതിയിൽ പോയിട്ട് ഗവൺമെൻറ് പറയുകയാണ്, ഗവൺമെൻറ് പ്ലീഡേഴ്സ്, അതായത് CBIയുടെ EDയുടെ മറ്റു പല ആൾക്കാരും പറയുകയാണ്, ഇവർക്കെതിരെയുള്ള ചാർജുകളും കേസുകളും നിലനിൽക്കുന്നതല്ല, അതുകൊണ്ട് വിഡ്രോ ചെയ്യണം. ഇതൊരു ഭൂലോക നാണക്കേട്. ഈ പറയുന്ന ജഡ്ജിമാർ തന്നെയാണ് വിഡ്രോ ചെയ്ത് കയ്യിൽ കൊടുക്കുന്നത്. ഗവൺമെൻറ് ആവശ്യപ്പെടുകയാണ്. അതായത് ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു ഗതികേട് മനസ്സിലാക്കുക. അതവിടെ നിൽക്കട്ടെ. മറ്റൊരു സംഭവം, ഹരിയാനയിലെ സിർസയിലുള്ള റാം റഹീം കൊലപാതക കേസിലും റേപ്പ് കേസിനുമാണ് അയാളെ കൺവിക്റ്റ് ചെയ്ത് അകത്തിട്ടേക്കാണ് ജീവപര്യന്തം സിർസ ജയിലിൽ. എന്താ ഉണ്ടായത്? ഭയങ്കര തമാശയാണ്. അയാൾക്ക് ഏകദേശം അയാൾ ജയിലിൽ കിടന്ന് കുറച്ച് നാളേ ഉള്ളൂ. അയാൾ പൂർണ്ണമായിട്ടും പുറത്താണ്. അയാൾ ജയിലാണെങ്കിൽ അയാൾക്ക് പ്രത്യേകമായിട്ടൊരു വീട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അയാളുടെ ഗേൾഫ്രണ്ട് ഉൾപ്പെടെ, അതാണ് ജയിൽ. 10 ദിവസം അവിടെ, 30 ദിവസം പുറത്ത്. ഇതൊക്കെ കാണുന്ന ജനങ്ങളും, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഹൈക്കോടതിയിൽ പോകുന്നു, സുപ്രീം കോടതിയിൽ പോകുന്നു. ഈ കോർട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഈ കൺവിക്ഷൻ കൊടുത്തിരിക്കുന്നത്, ജീവപര്യന്തം കൊടുത്തിരിക്കുന്നത്. ഈ കോർട്ട് തന്നെയാണ്. കോർട്ടിൽ പോയി ഇതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഈ കോടതി തന്നെ ചോദിക്കുകയാണ്, അത് കുഴപ്പമൊന്നുമില്ല. എന്ത് ജസ്റ്റിസാണ്? അതായത് ദളിതായ പെൺകുട്ടിയെ റേപ്പ് കേസുകളും കൊലപാതക ശ്രമവും ഉള്ള കേസുകളാണ് ഇത് കാര്യം പറയുന്നത്. ഈ റാം റഹീമുമായി ഇഷ്യൂ ബന്ധപ്പെട്ട് അതിൻ്റെ ജഡ്ജ്മെൻറ്റ്, CBIയുടെ സ്പെഷ്യൽ കോർട്ട് ജഡ്ജ്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ചണ്ഡീഗഡ് മൊഹാലി 28 പേരാണ് കൊല്ലപ്പെട്ടത്. അക്രമം അഴിച്ചുവിട്ടു. കാരണം അയാൾക്ക് ഏകദേശം 6 ബില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. ഒരു ദൈവമാണ്. ഇപ്പം എങ്ങനെ പോകും ഇന്ത്യയുടെ ജഡ്ജ്മെൻറ്റും ഇന്ത്യയുടെ കോർട്ട് സിസ്റ്റവും? കുൽദീപ് സിംഗ് സെങ്കാർ, വേറൊരാൾ, പഴയ BJPയുടെ MLA, UPയിൽ ഒരു ദളിത് പെൺകുട്ടിയെ ഉനാനോ കേസിൽ റേപ്പ് ചെയ്ത കേസിലെ പ്രതി. ട്രയൽ കോർട്ട് അയാൾക്ക് ജീവപര്യന്തം കൊടുത്തു. ഡൽഹി കോർട്ടിൽ വന്നു കഴിഞ്ഞപ്പം അത് കുറച്ചു കൊടുത്തു. അതായത് അയാളുടെ കേസിൻ്റെ മറ്റുള്ള കേസുകളെല്ലാം വേണ്ട എന്ന് വെച്ചു. ആലോചിക്കുക, നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? ഇന്ത്യയുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് തെറ്റിപ്പോയത്? അതായത് പല രീതിയിലും BJPയുമായി ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ ജഡ്ജുകളായിട്ട് പലയിടത്തും കയറി വരികയാണ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഈ പല ജഡ്ജ്മെൻറ്റും പരിപാടികളൊക്കെ കൊടുക്കുന്നത്. അതേപോലെ ഒരു ഹൈക്കോർട്ട് ജഡ്ജിൻ്റെ വീട്ടിൽ നിന്ന് ലക്ഷങ്ങളാണ് അബദ്ധവശാൽ അവിടെ വീടിന് തീ വന്നു കഴിഞ്ഞപ്പോൾ
അതായത് ഫയർ വന്നു കഴിഞ്ഞപ്പോഴും അവിടെ ഫയർഫോഴ്സ് പോയി, അത് തീ അണയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവിടുന്ന് ലക്ഷങ്ങൾ വരുന്നത്. ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ഖേര അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയിൽ 15 മുതൽ 20% ജഡ്ജിമാർ കറപ്റ്റഡ് ആണ്. അത് ഭയങ്കര റിയാലിറ്റിയാണ്. അത് ശരിയാക്കണം. പക്ഷെ വീണ്ടും ഈ 15-ൽ നിന്നും 50-60% ജഡ്ജിമാർ കറപ്റ്റഡ് ആയിട്ടങ്ങ് പോകുന്നു. ഈ രീതിയിലാണ് ഇന്ത്യ പോകുന്നത്. വല്ലാത്തൊരു പോക്കാണ്. ഇന്ത്യയിലെ പാഠപുസ്തകങ്ങളുടെ അതിനകത്ത് പരാമർശമുണ്ടായില്ല, ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ അകത്ത് കറപ്ഷൻ ഉണ്ട്. സുപ്രീം കോടതി ജഡ്ജിന്, ചീഫ് ജസ്റ്റിസിന് ഇഷ്ടപ്പെട്ടില്ല. റിയാലിറ്റി അല്ലേ പറഞ്ഞത്. ഇന്ത്യയുടെ സിസ്റ്റത്തിൽ കറപ്ഷൻ ഉണ്ട്, ഇന്ത്യയുടെ ജസ്റ്റിസ് ജുഡീഷ്യലിൻ്റെ അകത്ത് കറപ്ഷൻ ഉണ്ട്, അത് മാറ്റണം, അത് വല്ലാത്ത അപമാനമാണ്. ആലോചിച്ച് നോക്കുക. അവർക്ക് പാടില്ല, ഇത് പുറമേ കാണുന്ന സാധനമല്ല, അവരെ പറ്റി പറയുന്ന പ്രശ്നമല്ല, പക്ഷെ അവർ കറപ്റ്റഡാണ്. ഇതാണ് ഇന്ത്യയുടെ സിസ്റ്റം. എത്ര പെട്ടെന്നാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്ത്യയുടെ ജുഡീഷ്യൽ സിസ്റ്റം കംപ്ലീറ്റ് നാശക്കോടാലിയാക്കി മാറ്റി. നിങ്ങൾക്കൊരു 5%, 10% ഒക്കെ മാറ്റ്, പക്ഷെ പൂർണ്ണമായിട്ട് റേപ്പിസ്റ്റ്, അഴിമതിക്കാര്, ഇവർക്കൊക്കെ സംരക്ഷണം കൊടുക്കുകയാണ്. അവർ നേരെ BJP-യിൽ വന്നു കഴിഞ്ഞാൽ കേസുകൾ ഇല്ലാതായി, റേപ്പും മർഡർ അക്യൂസ്ഡ് പോലും ഇറങ്ങി നടക്കുന്നു. ഇതാണ് പുതിയ ഇന്ത്യ, ഇതാണ് വികസിത ഇന്ത്യ എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിന് അനുകൂലമായിട്ട് ഇന്ത്യയുടെ ജുഡീഷ്യൽ സിസ്റ്റം മാറിയതിന് ഈ പറയുന്ന ചില തെളിവുകളെ പറഞ്ഞിട്ടുള്ളൂ. ഇന്ത്യയിൽ 100ഓളം തെളിവുകളുണ്ട് ഇന്ത്യയിൽ പല ഭാഗത്തും നടക്കുന്നത്. ഇത് ഒരു കാരണവശാലും നമുക്ക് സ്വീകാര്യമല്ല. ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യണം. ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള നടക്കുന്ന ഒരു സ്പൊറാഡിക് ആയിട്ടുള്ള സംഭവമാണ് ഈ CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി ആണെങ്കിലും മറ്റുള്ളവരൊക്കെ പറയുന്നത്. പിന്നെ എവിടെയാണ് ജസ്റ്റിസ് കിട്ടുന്നത്? ആരാണ് ഞങ്ങളുടെ റൈറ്റ് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? ഇന്ത്യയുടെ ജുഡീഷ്യൽ സിസ്റ്റം അത്രമാത്രം കറപ്റ്റായി ഹിപ്പോക്രാറ്റുകളായി മാറുന്നു. ഇതിനെ എങ്ങനെ ജനാധിപത്യ ഇന്ത്യക്ക് ഇതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും? എവിടെയാണ് തിരുത്തേണ്ടത് അവിടെ തിരുത്തിയേ മതിയാകൂ. ഇതാണ് മോദി ഗവൺമെൻറ് ചെയ്യേണ്ട പ്രാഥമികമായ ആവശ്യം. അതിനുശേഷം മാത്രമേ, അല്ലെങ്കിൽ ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയാണ് ഈ സംഭവം വൈഡായിട്ട് പാൻ ഇന്ത്യ ആയിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നിയമത്തെ പൂർണ്ണമായിട്ടും ബയസ്ഡായിട്ട് അവർക്ക് അനുകൂലമാക്കിയിട്ട് ഈ പറയുന്ന കറപ്റ്റഡും മർഡേഴ്സിനും അവർക്ക് പുറത്തിറങ്ങി നടക്കുന്ന രീതിയിലാക്കി അവരെ മുഴുവനും വിശുദ്ധരാക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും പോകാൻ സാധിക്കത്തില്ല. മറ്റൊരു സംഭവമുണ്ട്. ഡൽഹി കോർട്ടുമായിട്ട്, ഹൈക്കോർട്ടുമായിട്ട്, സുപ്രീം കോർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവിടെയുള്ള ഇപ്പോൾ ജുഡീഷ്യൽ ഓഫീസേഴ്സും അതേപോലെ ലോയേഴ്സും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡൽഹി ഗവൺമെൻറ്റിൻ്റെ മുഴുവനും ഇപ്പോൾ ഗുജറാത്തികളാണ്. ഇത് പറയുന്ന BJP-കാരനെ എന്നോട് പറഞ്ഞ് BJP-കാരനായ ഡൽഹിക്കാരനാണ്. അയാൾ വലിയ BJP-യുടെ ആർഡൻ സപ്പോർട്ടർ. അയാൾ പറയും മുഴുവനും ഗുജറാത്തികളിലേക്ക് കൊടുത്തു. ഗുജറാത്തിൽ പണ്ടേ പ്രശ്നമുണ്ട്. കാരണം ജസ്റ്റിസ് പണം കൊടുത്ത് വാങ്ങുന്നവരാണ് ഗുജറാത്തികൾ. അങ്ങനെ പഴയ പേരുദോഷമുള്ളവർ അവരെല്ലാം കൂടെ കയറി ഇപ്പം ഡൽഹിയിൽ വന്നിട്ടുണ്ട്. എല്ലാത്തിനും അവർക്ക് കയറാൻ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. ഇവിടെയാണ് വലിയ പാളിച്ച ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഉണ്ടാക്കി കൊടുത്തത്.